ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിന് ഇറങ്ങിയിട്ടുമില്ല. പിന്നെ നമ്മളെ മാച്ചും എല്ലാം വലുതായി. പിന്നെ അവൻ സ്വിമ്മിങ് പൂളിൽ പോയിട്ട് പഠിച്ചതാണ്. പിന്നെ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ ആ സമയം ഞാനിങ്ങനെ കുറേ അന്വേഷിച്ച് നോക്കിയപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നതെല്ലാം ജെൻസാണ്. പിന്നെ ജെൻസാന്ന് പറഞ്ഞപ്പം പിന്നെ എന്താ പറയുക, എനിക്കെന്തോ ഒരു മടി അതിന് പഠിക്കാൻ വേണ്ടി. പിന്നെ ലേഡീസ് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി കുറേ നടന്നു. അപ്പോൾ ലാസ്റ്റ് എൻ്റെ മോൻ്റെ ഫ്രണ്ട് ശിവാനിയാണ് എനിക്ക് ചേച്ചിനെ പറഞ്ഞു തന്നത്. പിന്നെ ചെറുകുന്നൊരു ചേച്ചി ഉണ്ട്. അപ്പോൾ ആ ചേച്ചി പിന്നെ കുളത്തുനിന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുളത്തുനിന്നാണ് പഠിപ്പിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഷിറു പറഞ്ഞു, നീ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ചേച്ചിനെ കണ്ടുപിടിക്കുന്നിട്ട് അവിടെ പോയി പഠിച്ചു എന്നാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം പിന്നെ ജിമ്മിന് വന്ന സമയത്ത് വിചാരിച്ച് ഈ ഒരു പിന്നെ ചേച്ചീൻ്റെ ഫോൺ നമ്പർ അവളെ കയ്യിലില്ല, ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് എത്തിയത് നമ്മുടെ ചേച്ചീൻ്റെ മുമ്പിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് ആളെ അറിയില്ല. ഞാൻ ചേച്ചിയോട് ഒരു കടൻ്റെ മുമ്പിൽ നിന്ന്, ചേച്ചി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതെന്ന്, അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് ചേച്ചിയോട് ചോദിച്ച്, പിന്നെ ഇവിടെ ഒരു നീന്തൽ പഠിപ്പിക്കുന്ന ചേച്ചിയില്ലേ. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ചിരിച്ച് എന്നോട് എന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു ചേച്ചിനെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ ഈ ഒരു ചേച്ചീൻ്റെ പേര് പറ. എൻ്റെ പേര് ജാനകി. വീട് കണ്ണപുരം ചുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഓക്കെ. അപ്പോൾ ചേച്ചി എത്ര കാലമായി ഇത് നീന്തൽ പഠിച്ചിട്ട്? നീന്തൽ പഠിച്ചത് 10 വയസ്സിനുള്ളിൽ, തുടങ്ങിയത് 52ാമത്തെ വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പം 12ാമത്തെ വർഷമാണ്. ഇപ്പോൾ 12ാമത്തെ വർഷമായി. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇവര് പിന്നെ നമുക്കും കൂടി പഠിപ്പിച്ച് തരണം? കാരണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അടങ്ങി വീട്ടിലിരിക്കും, അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടി മാത്രമായിരിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ മറ്റുള്ളവർക്കും കൂടി പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ധാരണ, ആ ഒരു തീരുമാനം എങ്ങനെയാന്ന് ചേച്ചി എടുത്തത്? അത് ഈ പേപ്പറിലും ടി വിയിലെല്ലാം കുട്ടികൾ വെള്ളത്തിൽ വീണ് മരിക്കുന്നത്, നഷ്ടപ്പെടുന്ന ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ചേച്ചി ഇതെങ്ങനെ ഫീസെല്ലാം എങ്ങനെയാണ്? ഒരു മാസം ഫീസ് ഇല്ല. ആരോടും ഈ 12 വർഷമായിട്ട് ഞാൻ ഫീസ് ആരോടും വാങ്ങില്ല. ചേച്ചി സ്വയരക്ഷയ്ക്ക് പഠിച്ചു, അതിനുശേഷം പിന്നെ കുടുംബക്കാരെ പഠിപ്പിച്ച്, അതിനുശേഷം ഈ ഒരു നാട്ടുകാരെ മൊത്തം പഠിപ്പിച്ച്, അതിനുശേഷം അത് ഇപ്പം നമ്മളെ എന്താ പറയുക അയൽനാട്ടുകാർ, മടക്കര, ഇരണാവ്, പാപ്പിശ്ശേരി, മാട്ടൂൽ നിന്ന് വരെ അല്ലേ, മാട്ടൂൽ നിന്ന് ആൾക്കാരുണ്ട്. പിന്നെ അല്ലേ മാട്ടൂന്ന് തന്നെ അല്ലേ ഉള്ള ഏഴം അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർ ഇപ്പോൾ പഠിപ്പിച്ച് നമ്മളെ കണ്ണപുരത്തിന് ഒരു അഭിമാന താരമായിട്ടാണ് നമ്മളെ ജാനേച്ചി ഇപ്പോൾ ഉള്ളത്. ഞാനിതിന് മുന്നേ വന്നത്, ഇതിപ്പോൾ ശരിക്കും നവംബർ മാസമാണ്. ഞാൻ ജൂലൈയിലാണ് വന്നത്. അത് ഈ കുളത്തിലല്ല, തൊട്ടപ്പുറത്തൊരു എന്താ ചുണ്ടവയൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഉള്ള ഒരു കുളത്തിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ 2 ദിവസം വന്നിട്ട് ഞാൻ 3ാമത്തെ ദിവസം മുതൽ വന്നില്ല. പിന്നെ ആ സമയത്താണ് നമ്മൾ പേപ്പറിലൊക്കെ ഇങ്ങനെ അമീബിനെ കുറിച്ച് വരാൻ തുടങ്ങിയത്. അത് കണ്ട് ഞാൻ പേടിച്ചപ്പോൾ പിന്നെ ഞാൻ ജാനേച്ചിയോട് പറയാം, ഏതായാലും ഞാൻ ഇനിയിപ്പം വരുന്നില്ല, അതെല്ലാം ഒന്ന് അടങ്ങിട്ട് എന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 4 മാസം ഞാൻ വരാണ്ട് തന്നെ ആയി. പക്ഷേ നമ്മൾ ജാനേച്ചി ഉണ്ടല്ലോ ഇങ്ങനെ നമ്മളെ വിടൂല കേട്ടോ. അതായത് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കാണ്ട് വിടൂല. ചേച്ചി പിന്നെ വിളിയാ ഇടയ്ക്കിടയ്ക്ക്, എടാ എന്താ നീ വരുന്നില്ലേ. അവർ ആ ചേച്ചി അമീബിക്കല്ലേ, അത് കയ്യട്ടെ മാറ്റി നിർത്തി. ലാസ്റ്റ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയൊരു കുളമാണ്, നീ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി, പിള്ളേർ പഠിക്കുന്ന നീ കണ്ടാൽ മതി. ആഴ്ച ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, എന്നെ പഠിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ, എന്തിൻ്റെ ആവശ്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്നതാ. അന്നത്തെ ദിവസം തന്നെ ഒറ്റച്ചാട്ടം അല്ലേ ചേച്ചി? എത്ര ദിവസം കൂടെ പഠിച്ചേ? 3ാമത്തെ ദിവസം കൊണ്ട് പഠിച്ചു. അതാണ് എല്ലാം പഠിച്ചു, ചാടാനും പഠിച്ചു, ഇപ്പം മലർന്നിട്ടും പഠിച്ചു, എല്ലാം കൂട്ടി എന്താ പറയുക അടിച്ചു പൊളിച്ച്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ 11 വർഷം ചേച്ചി പഠിപ്പിച്ചവരിൽ നമ്മളാൾക്കാരില്ല, അതായത് മുസ്ലിംസ് ആരുമില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചേച്ചി ഇത്രയും കാലം പഠിപ്പിച്ചത് ക്ഷേത്രക്കുളത്തിലാണ്. അപ്പോൾ അവിടെ പിന്നെ നമുക്കെന്തായാലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചേച്ചി നമ്മളെ പഠിപ്പിക്കല്ല. പക്ഷേ ഈ ഒരു വർഷം ഫുൾ പഠിപ്പിച്ചതെല്ലാം നമ്മൾ മുസ്ലിംസിനാണ്. ഏകദേശം അതാണിപ്പോൾ ചേച്ചിക്ക് ഓർമ്മയില്ലാത്ത എത്ര കുട്ടികളെ പഠിപ്പിച്ചതല്ലേ അല്ലേ? 1600 അവിടെ കഴിഞ്ഞു. ഈ വർഷത്തേത് നിങ്ങളത് തിട്ടപ്പെടുത്തണത്തില്ല. അതെ ഈ വർഷം നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് മാത്രം ഒരു പരാതി തീർക്കുക. നിങ്ങളിലെ മുസ്ലിം ഒരാൾ പോലും ഇവിടെ വന്നിട്ട് പഠിക്കാണ്ട് പോകാൻ പാടില്ല. ആ ഒരു ഇതില് തീരുമാനത്തിലാണ്.
പിന്നെ നമ്മളെ ജാനുവച്ചി വരുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരിക്കാമെന്നറിയോ? ജാനുവച്ചിക്കല്ല കൊടുക്കേണ്ടത്, ജാനുവച്ചിൻ്റെ ഫാമിലിക്കാണ്. ഹസ്ബൻഡും മോളും പിന്നെ മോളെ ഹസ്ബൻഡും എല്ലാം കൂടിയാണ് ജാനുവച്ചിക്ക് ഇത്രയും സപ്പോർട്ട് എടുത്തിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ചേച്ചിയാണ്. നമ്മളിവിടെ വന്നാൽ നമ്മളെ പഠിപ്പിച്ച് എല്ലാം അല്ല 18 അടവാ ഇത്രയും അടവുള്ള ആ അടവ് മുഴുവൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടേ വിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വെള്ളത്തിൽ വീണാലേ രക്ഷപ്പെടുത്തേണ്ടതും കൂടെ പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഇനി വരുന്നവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഇനി വരുന്നവരെല്ലാവരും പഠിപ്പിക്കും. ഞാൻ നമ്പർ, ചേച്ചിൻ്റെ നമ്പർ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം ഈ വർഷത്തെ ഏകദേശം ആയി അല്ലേ? നവംബർ ആയില്ലേ? ഇനിയിപ്പം മഴയില്ലെങ്കിൽ വെള്ളം ഏകദേശം ആവും. ഇപ്പം ജൂലൈ മുതൽക്ക് ഇതുവരെ പിന്മാറിയെങ്കിലും അതെ, ഞാൻ തുടർച്ചയായിട്ട് കൊളത്ത് തന്നെ ഏകദേശം 4 മാസത്തിന്റെ അമീബിയൊന്നും ചേച്ചിനെ നോക്കുകയില്ല. അത് ജാനകി ചേച്ചി ആ വഴിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടും. ഓക്കെ, ഈ വർഷം വേറെ പഠിപ്പിച്ചിട്ടില്ല. ചേച്ചിയെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു കുളയെ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന കുളം മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായില്ലോ. ഇനി അടുത്തത് ജൂണോ ജൂലൈയോ? ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളവരെ നമുക്ക് അഭിപ്രായം അറിയാട്ടോ. ഇവിടെ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പം. അപ്പം പിന്നെ അവരതും കൂടി അഭിപ്രായം നമുക്ക് അറിയാട്ടോ. പഠിച്ചാ എന്തുണ്ട് നല്ലനെ നല്ല സുഖമുണ്ടാ? ആ, കാലടിക്കാൻ ബുദ്ധിമുട്ട്? കൊറേ ദിവസമായി വന്നിട്ട്? 2 ദിവസം 3 ദിവസമായിട്ട്? അടിപൊളി. 2 ദിവസം അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. എന്താ പേര് പറഞ്ഞിട്ടില്ലല്ലോ? ഫാത്തിമ. എത്രല്ല പഠിക്കുന്നത്? 2ല്. എന്നാ പഠിക്കട്ടാ. നമ്മളെ ജാനേച്ചിൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാണ് ഇത്. നിങ്ങൾ എത്ര കാലമായി പഠിച്ചിട്ട്? കഴിഞ്ഞ വർഷമാണ് പഠിച്ചത്. കഴിഞ്ഞ വർഷം. നിങ്ങൾ പേരെന്താ? സുനിത. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ജാനേച്ചി ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു പേടിയില്ല. വെള്ളത്തിൽ കീയാൻ എനിക്ക് ആദ്യമേ പേടിയുണ്ടായില്ല. പക്ഷെ ജാനേച്ചി പഠിപ്പിക്കാൻ വന്നുകൊണ്ട് ബയ്യന്നെ പോയി ഒരാഴ്ച 5 ദിവസം കൊണ്ട് എല്ലാം പഠിച്ച്. ഒന്നരാഴ്ച നമുക്ക് എല്ലാം വെള്ളത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. എല്ലാ കസരത്തും ചെയ്യും. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും വെള്ളത്തിൽ കൊണ്ടിട്ടാൽ നീന്തിയിട്ട് വരും. നീന്തൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ചെറിയ പ്രായത്തിലേ പഠിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. വലുതായാലൊന്നും പഠിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു അവസരമാക്കി തന്ന ജാനുവച്ചിനോട് നമുക്ക് തീരാത്ത കടപ്പാടുണ്ട്. ഇതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നീന്തൽ പഠിക്കണം എന്ന്. പക്ഷെ നമ്മളെ നാട്ടിലാണെങ്കിൽ പള്ളിക്കുളത്തിലായിക്കോട്ടെ, അമ്പലത്തെ കുളത്തിലായിക്കോട്ടെ ഗേൾസിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ബോയ്സിന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജാനിയേച്ചിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ജാനിയേച്ചി നമ്മളെ നീന്തൽ പഠിപ്പിച്ചു. എല്ലാ ട്രെയിനിങ്ങും നമുക്ക് തന്നു. പക്ഷേ ജാനിയേച്ചി ഒരു ഫീസോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. ഫീസൊന്നും വാങ്ങാതെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനെല്ലാം. പക്ഷെ ഇവിടെ വന്ന് ആദ്യത്തെ 2 ദിവസം പേടിച്ചിട്ട് ജാനേച്ചിയോട് പറഞ്ഞാൽ മതിയാക്കിയിരുന്നു. പക്ഷെ ജാനേച്ചിൻ്റെ കോൺഫിഡൻറ്റ് ഇതെല്ലാം കൊണ്ട് തന്നെ ശരിക്കും നീന്തൽ പഠിപ്പിച്ചത് ജാനേച്ചിയാണ്. ഫുൾ ക്രെഡിറ്റും ജാനേച്ചിക്കാണ്. ഞാൻ ഒരു ദ്വീപിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ 2 ഭാഗത്തും വെള്ളത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു നീന്തൽ പഠിക്കണമെന്നൊരു പെട്ടെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നല്ല ഒരു ഇതുണ്ടായിരുന്നു അല്ലേ. എനിക്കങ്ങനെ ഒരു ഭയമില്ല, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു പേടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല പഠിക്കാനുള്ള നല്ലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. 4 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയി, ഫുള്ളായിട്ട് പഠിച്ചു. ഇനി ജാനേച്ചിക്ക് എന്താ പറയാനുള്ളത് നമ്മളെ സ്റ്റുഡൻസിനെ കുറിച്ച്? സ്റ്റുഡൻസിന് അവരെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടേ. അവരെല്ലാവരും നന്നായി നീന്തി അവരെ കഴിവാണ്. ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.